കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകിവരുന്ന പരമ്പരാഗത ഉത്രാടക്കിഴി കൈമാറി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജകുടുംബാംഗങ്ങളുടെ വീടുകളിലേക്ക് ഉത്രാടക്കിഴി എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു. കൊടുങ്ങല്ലൂർ പടാകുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്ത് ഗീത തമ്പുരാൻ, മകൾ സുപ്രിയ രാജ എന്നിവർക്ക് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി കൈമാറി. കൊടുങ്ങല്ലൂർ തഹസിൽദാർ കെ.പി. രമേശ് ചടങ്ങിൽ ഉത്രാടക്കിഴി സമർപ്പിച്ചു. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ എം.എക്സ്. ഫിലോമിന, പി.എച്ച്. ഹൻസ, മേത്തല വില്ലേജ് ഓഫീസർ ടി.ആർ. പ്രശാന്ത്, പി.എം. ദിലീപ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. കൊച്ചി രാജാവ് പണ്ട് നിക്ഷേപിച്ച തുകയിൽ നിന്നുള്ള പലിശ ഉപയോഗിച്ചാണ് എല്ലാ വർഷവും ഉത്രാടവുമായി ബന്ധപ്പെട്ട് ഈ വിഹിതം കൈമാറിപ്പോരുന്നതെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി. ഉത്രാടക്കിഴി വിതരണത്തിനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊച്ചി രാജവംശമായിട്ട് ബന്ധപ്പെട്ട താവഴികൾ സ്ത്രീജനങ്ങൾക്ക് കൊച്ചി രാജാവ് പണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുള്ളതാണ്. അതിൽ നിന്നുള്ള പലിശ നികുതിയാണ് എല്ലാ വർഷവും നമ്മൾ ഉത്രാടത്തിൻ്റെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇതായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങാണ് ഇപ്പോൾ നടന്നത്. തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ തന്നെ 4 വീട്ടു കക്ഷികൾ ഇപ്പോൾ പഴയ ഇതിന് അർഹരായിട്ടുള്ളവരുണ്ട്. അതിലൊരാളാണ് നമ്മുടെ രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടത്തിരുത്തിയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. എടത്തുരുത്തി ചാഴൂർ കോവിലകത്തെ സരസ്വതി തമ്പുരാനും മനോരമ തമ്പുരാട്ടിക്കും തഹസിൽദാർ കെ.പി. രമേശൻ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഹൻസ, ഫിലോമിന, എടത്തുരുത്തി വില്ലേജ് ഓഫീസർ സുൽഫത്ത് എന്നിവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി സമർപ്പിച്ചു. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനായി നൽകിവരുന്ന പാരമ്പര്യ ആചാരമാണ് ഉത്രാടക്കിഴി. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ചടങ്ങ് രാജവാഴ്ചയുടെ പഴയകാല ഓർമ്മകൾ പുതുക്കുന്നതായി.